നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ സംസാരിക്കുന്ന വിഷയം നിങ്ങൾ നമ്മുടെ തംബ്നെയിലും നമ്മുടെ ഹെഡിങ്ങിലും ഒക്കെ കണ്ടതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ്. ഈ നശിച്ച നക്ഷത്രത്തില് നിങ്ങൾ ഒരിക്കലും ജനിക്കാൻ പാടില്ല. ഈ നക്ഷത്രത്തിൽ ജനിച്ചാല് നിങ്ങളുടെ ജീവിതം മുഴുവനും കഷ്ടത നിറഞ്ഞതും ബുദ്ധിമുട്ടും ഒക്കെ ആയിരിക്കും. അങ്ങനെ ഒരു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രം ഏതാണെന്നും അതിൽ ജനിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുമാണ് നമ്മളിവിടെ പറയുന്നത്. അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അറിയിപ്പുണ്ട്. നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഒരിക്കലും ഈ നശിച്ച നക്ഷത്രത്തിൽ ജനിക്കരുത് എന്ന് പറയുന്നുണ്ട്. ആ നക്ഷത്രം, അങ്ങനെ ഒരു നക്ഷത്രമുണ്ടോ? ആ നക്ഷത്രത്തെ കുറിച്ച് നമ്മളുടെ കമന്റ് ബോക്സിൽ നിരന്തരമായിട്ട് വരുന്ന ചില കമന്റുകൾ നമ്മൾ ആദ്യം പറയാം. ഈ നക്ഷത്രത്തിൽ ആരും ഇനിയും ജനിക്കരുത്, ഒരു നശിച്ച നാളാണ്, ഈ നക്ഷത്രത്തിൽ ജനിച്ചുകൊണ്ട് ഇനി അനുഭവിക്കാൻ ബാക്കിയൊന്നുമില്ല. അങ്ങനെ നിരവധി കമന്റുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നക്ഷത്രത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആ നക്ഷത്രത്തെ കുറിച്ചല്ല, 27 നക്ഷത്രങ്ങളെ കുറിച്ചും നമ്മൾ പഠിക്കുകയുണ്ടായി. വളരെ ആഴത്തിലുള്ള പഠനം തന്നെയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം, ഒരു നക്ഷത്രവും നശിച്ച നക്ഷത്രമല്ല എന്നുള്ളതാണ്. ഈ നശിച്ച നക്ഷത്രമെന്ന് നമ്മൾക്ക് തോന്നുന്നു, അതായത് നമ്മുടെ സ്വന്തം നക്ഷത്രങ്ങൾ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് വരുമ്പോൾ ഇതൊരു നശിച്ച നക്ഷത്രമാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷെങ്കിൽ ഓരോ നക്ഷത്രങ്ങൾക്കും വളരെയധികം ഗുണങ്ങളുമുണ്ട്, എന്നാൽ ചില ദോഷവശങ്ങളുണ്ട്. അത് ഓരോ നക്ഷത്രങ്ങളിൽ ജനിക്കുമ്പോഴും അതാത് ദശാകാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ നക്ഷത്രക്കാരൻ അനുഭവിക്കേണ്ട പൊതുവായിട്ടുള്ള ചില ഫലങ്ങൾ ആ നക്ഷത്രങ്ങളിൽ വരും. നമ്മൾ 27 നക്ഷത്രങ്ങൾ എടുത്തു നോക്കിയാലും ആ നക്ഷത്രങ്ങളിലെല്ലാം നമ്മൾക്ക് കാണാൻ കഴിയും, ഒരു വ്യക്തി ഏത് നക്ഷത്രത്തിൽ ജനിച്ചാലും അയാൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട കാലഘട്ടവും സുഖം അനുഭവിക്കേണ്ട കാലഘട്ടവും. പിന്നെ ചിലർക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇത് നശിച്ച നക്ഷത്രമായിട്ട് മാറുന്നത്? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളുടെ ജീവിതചക്രം പോകുമ്പോൾ നമ്മൾ ഈ ജന്മം ചെയ്യുന്ന പാപങ്ങളുടെ ഫലങ്ങൾ മാത്രമല്ല നമ്മൾ അനുഭവിച്ചു പോകുന്നത്, നമ്മൾ മുൻജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളുടെ ഫലങ്ങളും നമ്മൾ ഈ ജന്മത്തില് അനുഭവിച്ചു പോകുന്നുണ്ട്. അതായത് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ 12 വർഷം അയാളുടെ ആത്മാവ് ലീനാവസ്ഥയിൽ കിടക്കുകയും അതിനുശേഷം പുനർജനിക്കുകയും ചെയ്യുമെന്നാണ് സങ്കല്പം. ആ സങ്കല്പം വയ്ക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പരിണിത ഫലം നിങ്ങൾക്ക് അടുത്ത ജന്മത്തിലും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ജന്മസമയത്തുണ്ടാവുന്ന ചില ദോഷങ്ങളുണ്ട്. അത് നക്ഷത്രത്തിന്റെ അല്ല, ആ സമയത്ത് ഗ്രഹങ്ങൾ നിൽക്കുമ്പോഴുണ്ടാകുന്ന ദോഷങ്ങളാണ്. ഗ്രഹങ്ങളുടെ ദൃഷ്ടി നിൽക്കുമ്പോൾ, ഈ നക്ഷത്രത്തിന് നേരെ നിൽക്കുമ്പോഴുണ്ടാകുന്ന ദോഷങ്ങൾ വരാറുണ്ട്. അതിനെല്ലാം പരിഹാരങ്ങളുണ്ട്. അതാണ് നമ്മൾ പ്രാർത്ഥനയിലൂടെയും മറ്റ് ദോഷപരിഹാരങ്ങളിലൂടെയും ഒക്കെ മാറ്റിക്കളയുന്നത്. പക്ഷേങ്കില് നമ്മൾക്ക് ഒരിക്കലും മാറ്റിക്കളയാൻ കഴിയത്തില്ലാത്ത ചില പാപകർമ്മങ്ങളുണ്ട്. നമ്മൾ എത്ര പൂജ ചെയ്താലും എത്ര ദോഷപരിഹാരം ചെയ്താലും അതിന് കാഠിന്യം നമുക്ക് വളരെ കുറയ്ക്കാൻ കഴിയും. എന്നാൽ ഗ്രഹദോഷങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അത് പൂർണ്ണമായിട്ടും മാറ്റിക്കളയാൻ കഴിയും. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ 2 ദോഷങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ ജനിക്കുമ്പോഴുണ്ടാകുന്ന ആ നക്ഷത്രത്തിലേക്ക് മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊക്കെ നിൽക്കുമ്പോഴുണ്ടാകുന്ന ദോഷഫലങ്ങൾ. അതായത് ഇപ്പോൾ ചൊവ്വാദോഷം നമുക്കൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അതിന് ചില ക്രിയകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചൊവ്വാദോഷം മാറി കിട്ടുന്നതാണ്, അല്ല അതിന്റെ കാഠിന്യം വളരെ കുറഞ്ഞു പോകുന്നതാണ്. എന്നാൽ നിങ്ങൾ മുജ്ജന്മത്ത് ചെയ്ത പാപങ്ങളുടെ ഫലം അത് നിങ്ങളെങ്ങനെ തുടർച്ചയായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് കുറയ്ക്കുവാനായിട്ട് ജീവിതത്തിൽ തന്നെ ഒരുപാട് പുണ്യകർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ മാത്രമേ അതിന്റെ കാഠിന്യം കുറഞ്ഞു പോവുകയുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും ഇത് നക്ഷത്രങ്ങളുടെ കുഴപ്പമല്ല, നമ്മൾ മുൻജന്മത്ത് ചെയ്ത പാപങ്ങളുടെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതിനു വേണ്ട പ്രതിവിധികൾ നിങ്ങൾ ചെയ്യുക. ഒരുപാട് പണം മുടക്കിയുള്ള പ്രതിവിധികളൊന്നും നിങ്ങൾ ചെയ്യേണ്ട.
എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തിന്റെ നാമം, മൂലമന്ത്രം ദിവസവും രാവിലെ 9 തവണ ഉരുവിടാൻ നിങ്ങൾ ശ്രമിക്കുക. ദിവസം തുടങ്ങുന്നത് തന്നെ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന്റെ നാമം ഉരുവിട്ടുകൊണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിന്റെ ദേവത ആരാണെന്ന് മനസ്സിലാക്കിയ ശേഷം ആ ദേവതാമന്ത്രം 9 തവണ മുതൽ 108 തവണ വരെ നിങ്ങൾക്ക് ഉരുവിടാവുന്നതാണ്. മൂലമന്ത്രം ഉരുവിട്ടാൽ മതി. മൂലമന്ത്രം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ മന്ത്രമായിരിക്കും. നമ്മൾ അറിയില്ലാത്തവർ നമ്മുടെ ചാനലിൽ തന്നെ അതിന്റെ മറ്റു വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, അത് പോയി നോക്കിയാൽ മതിയാവുന്നതാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ ഒരിക്കലും പറയരുത് എന്റെ നക്ഷത്രം നശിച്ച നക്ഷത്രമാണെന്ന്. കാരണം നക്ഷത്രങ്ങൾക്ക് ഒന്നും ഇതിനകത്ത് യാതൊരു പങ്കുമില്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ മുൻജന്മത്തിൽ ചെയ്ത പാപങ്ങളും നമ്മൾ ജനിക്കുമ്പോൾ ഗ്രഹങ്ങൾ നമ്മൾ നക്ഷത്രത്തിലേക്ക് നോക്കുമ്പോഴുണ്ടാകുന്ന ദൃഷ്ടിയുടെയും അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ജന്മഫലങ്ങൾ നിർണയിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. കൂടാതെ നിങ്ങളുടെ മുജ്ജന്മ പാപം തീരുവാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പുണ്യമായിട്ടുള്ള കർമ്മമാണ് അന്നദാനവും ദാനവും. ഈ അന്നദാനം അല്ലെങ്കിൽ ദാനം ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇത് വേണ്ടപ്പെട്ട കൈകളിലേക്ക് മാത്രമേ ചെല്ലാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു സൽക്കാരമോ അല്ലെങ്കിൽ ഒരു സമ്മാനമോ കൊടുക്കുന്ന പോലെ ആയിപ്പോകും. അത് ആ ആൾക്ക് അത്രയ്ക്ക് അത്യാവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി മാത്രം കൊടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഒരിക്കലും നശിച്ച നക്ഷത്രം എന്ന് പറയുന്നതൊന്നില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.